ശ്രീ പി ആർ ശിവശങ്കർ, ഇപ്പൊ ഏറ്റവും നാടകീയമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് കേന്ദ്രത്തിൽ നിന്നാണ്. CRPF-ന്റെ സുരക്ഷാ വിന്യാസവും ഇപ്പോൾ ഇവിടെ നടപ്പാക്കി കഴിഞ്ഞിരിക്കുകയുമാണ്. അവിടെയാണ് ശ്രീ ചിത്തരഞ്ജൻ ചോദിക്കുന്നത്, മൂക്കിൽ കേറ്റുമോ എന്ന്. CRPF-ന് ഇപ്പോൾ അധികമായി എന്തുറപ്പ് നൽകാൻ കഴിയും ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ? വേണോ, ഇത് CRPF-ന്റെ ചുമതല എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് Z+ ആണെങ്കിലും ഇതിൻ്റെ ട്രാവൽ പ്ലാനും അതെല്ലാം ചെയ്യുന്നത് CRPF-ഉം പോലീസും കേരള പോലീസും കൂടെ ആയിരിക്കും. പക്ഷേ ഇമ്മീഡിയറ്റ് സുരക്ഷ, അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തുള്ള സുരക്ഷ, അദ്ദേഹത്തിൻ്റെ ശാരീരികമായ അദ്ദേഹത്തിന് സുരക്ഷ നൽകുന്നത് സംസ്ഥാന പോലീസ് ആയിരിക്കില്ല, ഇനി CRPF ആയിരിക്കും എന്ന് മാത്രമാണ്. ബാക്കിയെല്ലാം പോലീസ്, മറ്റുള്ള പോലീസ് തന്നെ ആയിരിക്കും ചെയ്യുക. കാരണം ഏതാണ്ട് CRPF-ന് അത്ര 7-8 സ്റ്റാഫേ ഉള്ളൂ. യാത്ര ചെയ്യുമ്പോൾ പോലീസിൻ്റെ കൂടെ ഒരു CRPF-ന്റെ അഡീഷണൽ സെക്യൂരിറ്റി ഗാർഡും കൂടി ഉണ്ടാവും. കൂടെ CRPF-ന്റെ വണ്ടി 1-2 അഡീഷണൽ ഉണ്ടാവും. അതുപോലെ തന്നെ ബുള്ളറ്റ് പ്രൂഫ് കാറായിരിക്കും. ഇതാണ് അഡീഷണൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം CRPF-ന്റെ നോർമൽ പ്രൊസീജിയർ, Z+ പ്രൊസീജിയർ തന്നെയാണ്. പക്ഷേ ഇവിടെ ഈ CRPF മൂക്കിൽ വലിക്കുമോ എന്നൊക്കെ പറയുമ്പോൾ CRPF അതല്ലെങ്കിൽ കേന്ദ്ര സേനകൾ ചെയ്ത കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ കേരള പോലീസും നല്ല രീതിയിൽ തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. പോലീസിലെ ഒരുപാട് കഴിവുള്ള ആളുകളുണ്ട് എന്നെല്ലാം പറഞ്ഞാലും ഇവിടെ PFI അറസ്റ്റ് ചെയ്തും അതുപോലെ ജോസഫ് മാഷിൻ്റെ കൈവെട്ട് കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തുമെല്ലാം കേരള പോലീസ്. അതിലേക്ക് വരാം ശ്രീ പി ആർ ശിവശങ്കർ. ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലും ആരിഫ് മുഹമ്മദ് ഖാൻ ഇങ്ങനെ നിരന്തരം യാത്ര ചെയ്യുന്നുണ്ടാകും. SFIയും അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്, പ്രതിഷേധം ഉണ്ടാകുമെന്ന്. CRPF-ന് അത് എങ്ങനെ ഒഴിവാക്കാൻ കഴിയും? അല്ല, CRPF ചെയ്യേണ്ട കാര്യമാണ്, ഞാനോ വേണോ നിശ്ചയിക്കേണ്ട കാര്യം. അല്ല, അത് എങ്ങനെ ചെയ്യാൻ കഴിയും? അത് തൊട്ടടുത്ത് അങ്ങ് പറയുകയുണ്ടായി, വളരെ പരിമിതമായ ഒരു അംഗബലമേ ഉള്ളൂ, പരിമിതമായി ഈ റൂട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങളെ അവർക്കുണ്ടാകും, ബാക്കി കാര്യങ്ങളെല്ലാം കേരള പോലീസ് തന്നെയാണ് ചെയ്യേണ്ടതെന്ന്. പിള്ളേരിറങ്ങുമേ, നാളെയും കരിങ്കൊടി ഉണ്ടാകുമേ, CRPF-ന് എന്ത് ചെയ്യാൻ കഴിയും? അല്ലാതെ അവർ നിശ്ചയിക്കട്ടെ. അപ്പം പിള്ളേരിറങ്ങി CRPF-നെ അങ്ങോട്ട് മൂക്കിൽ വലിക്കുമോ? അങ്ങനെയാണോ വേണോ ഉദ്ദേശിക്കണേ? ഇവിടെ ഇപ്പൊ മുഖ്യമന്ത്രി പറയുകയുണ്ടായല്ലോ CRPF-ന് എന്തൊക്കെ ചെയ്യാൻ കഴിയും, ചെയ്യാൻ കഴിയില്ല എന്ന്. അല്ല, ഒരു സെക്കൻഡ്, ഇതുപോലെ തന്നെ മുൻപൊരിക്കൽ VS അച്യുതാനന്ദൻ പറയുകയുണ്ടായി, തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം വന്നപ്പോൾ കേന്ദ്രസേന ഇറക്കുമെന്ന് പറഞ്ഞപ്പോൾ VS-ന്റെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടൊരു പ്രയോഗമുണ്ട്, CRPF-യുടെ കേന്ദ്രസേന ഇവിടെ വരും, പക്ഷെ ബാരക്കിലിരിക്കുമെന്ന്. അവിടെ തന്നെ ഇരുന്നു. കാരണം ഇത് ആഭ്യന്തര കാര്യമാണ്, അത് സംസ്ഥാനത്തിന്റെ വിഷയമാണ്. സംസ്ഥാനത്തിൽ നിന്ന് ഘടനാപരമായി മാറിട്ട് നിന്ന് എന്തും ചെയ്യാൻ കഴിയും എന്ന് ആരും കരുതേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രിയുടെ വാക്കുകളും വ്യക്തമാക്കിയിരിക്കുകയാണ്. കടവരാന്തയിലിരുന്ന് മോദിജി, അമിത്ഷാജി, ബോലോ എന്നൊക്കെ വിളിക്കാം, പക്ഷെ വരുന്ന കൂട്ടർ ഒരു നിയമവ്യവസ്ഥയെ എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് അതിനോടനുബന്ധമായി മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ. അതെങ്ങനെയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതുമല്ലേ ഇന്ന്? വേണു, ഞാനതുകൊണ്ട് വേണുവിൻ്റെ ഇൻട്രോ തന്നെ ഒരു വൺ സൈഡഡ് ആയിരുന്നു. വേണുവിന് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വാദിക്കാൻ തീർച്ചയായും അവകാശമുണ്ട്, തീർച്ചയായിട്ടും വാദിക്കുകയും ചെയ്യാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. CRPക്ക് എന്ത് പറ്റും, എന്ത് പറ്റില്ല, പറ്റാത്ത കാര്യങ്ങളാണ് കൂടുതൽ. പിന്നെ ഈ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നാളെ മുതൽ എന്താണ് ഈ CRP വരുന്നത് വഴി അധികമായി കിട്ടാൻ പോകുന്ന സുരക്ഷ? അല്ല, ആയിരിക്കാം വേണു, അത് നമ്മളെന്തിനാ ഇപ്പോഴേ വേണു, ഞാൻ അതാണല്ലോ പറഞ്ഞത്, ആയിരിക്കാം, അല്ലാതിരിക്കാം. പക്ഷേ ഒരു വ്യക്തിക്ക് അവന് സുരക്ഷ പോരാ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൻ ആവശ്യമുള്ള സുരക്ഷ അത് കേന്ദ്ര സർക്കാർ കൊടുത്താൽ ആ സർക്കാർ കൊടുക്കുന്ന സുരക്ഷ തൽക്കാലം പ്രതീക്ഷിക്കുക, അല്ലെങ്കിൽ അതിൽ പ്രതീക്ഷിക്കാനേ വിധിയുള്ളൂ, അല്ലെങ്കിൽ വഴിയുള്ളൂ. അല്ലാണ്ട് സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന പോലീസ് സുരക്ഷയ്ക്ക് മതിയായ സുരക്ഷ ഇല്ല എന്ന് ആ വ്യക്തിക്ക് തോന്നിയാൽ ഒന്നല്ലെങ്കിൽ അദ്ദേഹത്തിന് കേന്ദ്ര സേനയുടെ സുരക്ഷ മേടിക്കാം, അതല്ലെങ്കിൽ മുറിയിലിരുന്ന് പ്രാർത്ഥിക്കാം. ഇത് രണ്ടുമല്ലേ വഴിയുള്ളൂ. അല്ലാണ്ട് ഇതിലെ കുഴപ്പക്കാർ ഒരു പക്ഷം മാത്രമല്ല, ഇതിൽ കൃത്യമായി വളരെ സജീവമായി പങ്കാളിയായിരിക്കുന്ന മറ്റൊരു കുഴപ്പക്കാരനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ചിത്തരഞ്ജൻ പറഞ്ഞതുപോലെ ഈ കുട്ടികൾ ഇങ്ങനെ വന്ന് കരിങ്കൊടി കാട്ടുക എന്ന് പറഞ്ഞാൽ അവർക്ക് മറ്റു നിവൃത്തിയില്ല. അവർ അധികാര കേന്ദ്രമല്ല, അധികാരങ്ങളില്ല. അധികാരികളെ, അവർക്ക് യോജിക്കാൻ കഴിയാത്ത നിലപാടുകൾ എടുക്കുന്ന അധികാരികളെ ഏതെങ്കിലും തരത്തിൽ അവർ ആ നിലപാടിൽ നിന്നും പിന്തിരിയണമെന്ന് പറയാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ശിവശങ്കറിന്റെയും ഭൂതകാലം അത് തന്നെയാകുമല്ലോ അങ്ങേ പഠിപ്പിക്കുന്നത്. പ്രതിഷേധം എന്ന് പറയുന്ന ഒറ്റ മാർഗം, അതാണ് അവർ ചെയ്യുന്നത്. അങ്ങനെയാണോ അധികാര കേന്ദ്രത്തിൽ ഇരിക്കുന്ന ഒരാൾ അതിനെ സമീപിക്കേണ്ടത്? അയാളും ഒരു പ്രതിഷേധക്കാരനായി മാറുകയാണ്. അതെങ്ങനെയാണ്? ആ പ്രതിഷേധം എന്ന് പറയുന്നത് വളരെ നിലവാരം കുറഞ്ഞൊരു താരതമ്യത്തിലൂടെ മുഖ്യമന്ത്രി പോകുമ്പോൾ ഇങ്ങനെ ഉണ്ടാകും എന്നില്ല, ഞാൻ പോകുമ്പോൾ ഇങ്ങനെ ഉണ്ടാകും. ഇങ്ങനെ ആർക്ക് അധികാരം കൂടുതൽ പരിരക്ഷ കിട്ടുന്നു, ആർക്ക് കിട്ടുന്നില്ല എന്ന കൊതിക്കറിവ് പറയേണ്ട ഒരാളാണോ ആരിഫ് മുഹമ്മദ് ഖാൻ?
അതെങ്ങനെയാണ് കൊതിക്കറിവാകുന്നത്? ഒരു വ്യക്തിക്ക് ഭരണഘടനാ പ്രകാരമുള്ള ഒരു ഉന്നത ശ്രേണിയിലുള്ള ഒരു വ്യക്തിക്ക് കിട്ടേണ്ട നിയമപ്രകാരമായ ചുമതല ഒരു പരിരക്ഷ അത് കിട്ടുന്നില്ലെങ്കിൽ അതിനെയല്ലേ കുറ്റം പറയേണ്ടത്? അതല്ലാതെ അദ്ദേഹത്തിന് അത് ലഭിക്കുവാൻ സാധ്യതയുണ്ടോ ഇല്ലയോ, എത്രത്തോളം ലഭിക്കാൻ സാധിക്കും എന്നൊക്കെ ഉള്ളതാണോ ചർച്ചാ ശ്രീ ശിവശങ്കർ, ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് ഈ നിലമേൽ വഴി പോകുമ്പോൾ ഈ കുട്ടികൾ എന്തെങ്കിലും ഒരു ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ പറയുന്ന പരമാവധിയായ ആക്രമണം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈ കരിങ്കൊടി കെട്ടിയിരിക്കുന്ന വടി വന്ന് ആ വണ്ടിയിൽ തട്ടി. അത്രയല്ലേ ഉള്ളൂ. അതെന്ത് ജീവഹാനി ഉണ്ടാക്കുമെന്നാണ് ഈ മനുഷ്യൻ ഭയക്കുന്നത്? അപ്പോൾ അതൊന്നുമല്ല, ഈ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനമില്ലാത്ത വിചിത്രമായൊരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്ന് അദ്ദേഹം വിചാരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ബംഗാളിൽ കാണുന്ന സാഹചര്യമാണോ ഇവിടെ? ബംഗാളിൽ ആനന്ദബോസ് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നേരിടേണ്ടി വരുന്ന സാഹചര്യം ഈ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? അതിപ്പോൾ ആനന്ദബോസ് ആയാലും അമിത്ഷാ ആയാലും മോദി ആയാലും ഒരു സുരക്ഷയും ഇല്ലാതെ കേരളത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമല്ലേ ഇത്? അല്ല, അപ്പം വേണു മറ്റു രീതിയിൽ ചിന്തിച്ചാൽ മതി. അതായത് ഇതൊരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ഉദാത്തമായ മാതൃകയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ മുന്നിലേക്ക് ചാടി വന്ന് ആത്മഹത്യ ചെയ്യാൻ പോയ കുട്ടികളെ രക്ഷിക്കുവാനായിട്ട് അദ്ദേഹം വണ്ടി നിർത്തി താഴ്ത്തിരുന്ന് അവർക്ക് സോഡയും വെള്ളമൊക്കെ മേടിച്ചു കൊടുക്കാൻ പോയതാണെന്ന് വ്യാഖ്യാനിച്ചാൽ മതി. നമ്മൾ തടയാൻ പോയ ആൾക്കാരെ അങ്ങനെ ഒരു വ്യാഖ്യാനം നമ്മൾ കുറച്ച് മുഖ്യമന്ത്രി അവിടെ ഇറങ്ങിയിട്ട് എഫ്ഐആർ ഇട്ടിട്ട് ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ടില്ല. അല്ല, ഇത് കുറച്ചും കൂടി ഉദാത്തമായ മാതൃക. അത് എൻ്റെ മുന്നിലേക്ക് ചാടി മരിക്കാൻ വന്നവരെ രക്ഷപ്പെടുത്തിയിട്ട് അവർക്ക് കൂടുതൽ വിവേചന ബുദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ട് വളരെ ശക്തരായ സമർത്ഥരായ പോലീസുകാരുടെ മുന്നിലേക്ക് ഏൽപ്പിക്കുന്നു. FIR എന്ത് ഇടണമെന്ന് അദ്ദേഹം പറഞ്ഞില്ലല്ലോ. അപ്പോൾ എന്ത് ചേർക്കണമെന്ന് പോലീസുകാർ നിശ്ചയിക്കും. അത് ആത്മഹത്യയാണോ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനമാണെന്ന് പോലീസ് നിശ്ചയിക്കട്ടെ. അപ്പോൾ അങ്ങനെയും ആവാമല്ലോ. ഒരു രക്ഷാപ്രവർത്തനത്തിനിടയ്ക്ക് അദ്ദേഹം നിന്നുകൊണ്ട് വണ്ടി നിർത്തി പുറത്തേക്ക് ഇറങ്ങി മഹത്തായ മാതൃക കാണിച്ചു എന്ന് വേണമെങ്കിലും വേണു പറയൂ. ചിത്തരഞ്ജനോടും അത് ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം.